ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 2025 അല്ലെങ്കിൽ 2025 ഇവിടെ അവസാനിച്ച് 2026 എന്ന് പറഞ്ഞ പുതിയ വർഷം ആരംഭിക്കാൻ പോവാ അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഡിസംബർ 2025 വരെയുള്ള കാര്യം, അതായത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ജാനുവരി 2025 തൊട്ട് ഈ ഡിസംബർ 2025 വരെയുള്ള പോസിറ്റീവ് കാര്യവും നെഗറ്റീവ് കാര്യവും ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും പുതിയ പ്ലാനിങ്ങും കാര്യങ്ങളും എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ പുതിയ വർഷത്തേക്ക് നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഡിസംബർ ഈ 2025 വരെയുള്ള വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് 2025 എല്ലാവർക്കും നല്ലതാണോ മോശമാണോ? അപ്പം എന്നെ സംബന്ധിച്ച് 2025 എന്ന് പറയുന്ന വർഷം അതായത് സന്തോഷമുണ്ട്, പക്ഷെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും കുറച്ചൊന്നും വർക്ക് ആവാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്ത്, അതായത് എങ്ങനെ മാറ്റി പുതിയതായിട്ട് എങ്ങനെ സക്സസ്സിലേക്ക് എത്താം എന്നൊക്കെയുള്ള കുറച്ച് ടിപ്സ് ഞാൻ കണ്ടുപിടിച്ച ടിപ്സ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ഡിസംബർ എന്ന് പറയുന്ന വർഷം വരെയുള്ള വർഷം എന്ന് പറയുന്നത്, അതായത് ഈ 2025 സ്റ്റാർട്ട് ചെയ്തപ്പം അതായത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ബേബിക്ക് ഒരു 2 months സ്റ്റാർട്ട് ചെയ്യുന്ന വർഷമായിരുന്നു ജാനുവരി. അപ്പം കഴിഞ്ഞ വർഷം ആ ഒരു പോസിറ്റീവ് ആണ് ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത്. കാരണം 2024 അവസാനമാണ് കുഞ്ഞുണ്ടായത്. പക്ഷെ 2025 ആ കുഞ്ഞിൻ്റെ ജേർണി ആയിരുന്നു ത്രൂ ഔട്ട് ഈ 2025 എന്ന് പറഞ്ഞ വർഷം വേറെ ഒന്നുമില്ല. ഇത് നെഗറ്റീവായിട്ട് എന്നെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓക്കെ ആയിട്ട് എടുക്കാനുള്ള ടൈമായിരുന്നു ഈ 2025 എന്നെ സംബന്ധിച്ച്. അപ്പം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മളൊന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട് കുറേ ടൈം എടുത്തു. അത് ഈ ഒരു വർഷം മുഴുവനും നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റിയ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം ഞാൻ ഇപ്പം എല്ലാ വർഷവും നമ്മളിപ്പോൾ തീരുമാനം എടുക്കത്തില്ലേ, കുറച്ച് ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, ഇന്നത് നടക്കും, അല്ലെ ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊക്കെ ഞാനും കുറേ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സെറ്റ് ചെയ്തിങ്ങനെ എഴുതി വെക്കുന്നതല്ലാതെ അതൊന്നും നടക്കാറില്ല പൊതുവെ. നമ്മൾ എല്ലാ വർഷവും അങ്ങനെയല്ല, നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും, അല്ലെ പുതിയ പുതിയ പ്ലാൻ ചെയ്യും. പക്ഷെ ഇതൊക്കെ വർക്കൗട്ട് ആവണം എങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് പറ്റിയ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ഫസ്റ്റ്, നമുക്കിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലാൻ ചെയ്യണം. അതായത് പ്ലാനിങ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ അത് സക്സസ് ആവും കേട്ടോ, അത് ഉറപ്പാണ്. കാരണം എല്ലാ കാര്യവും പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. അതായത് ഈവൻ ഇപ്പം നാളെ ഇപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കണം ഇന്ന് തൊട്ട് നാളെ ഇപ്പം നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കണം, എവിടെയെങ്കിലും പോവാണെങ്കിൽ ഉടനെ നമ്മൾ ഒന്ന് തിങ്ക് ചെയ്ത് വെക്കണം. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നാണ് പറയുക. അപ്പം പ്ലാനിങ് വേണം എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം പ്ലാൻ ചെയ്താലേ നമുക്ക് മുമ്പോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെയെന്ന് പറയുന്നത്, ഒരിക്കലും നെവർ ഗീവ് അപ്പ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നോട്ട് മാറരുത്. അത് ഞാൻ പഠിച്ചു ഈ 2025 ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ 2024 എനിക്ക് ഓൾറെഡി ചാനൽ ഉണ്ടായിരുന്നു, അത്യാവശ്യം സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രഗ്നൻസിയും അതിനോടനുബന്ധിച്ച് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പുതിയ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ എനിക്ക് എപ്പോഴും മടി എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഉണ്ട്. ചിലപ്പം വീഡിയോ ഇടും, ചിലപ്പോൾ വീഡിയോ ഇല്ല, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ
ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ തീരുമാനിച്ചു ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാന്നുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പിന്നെ നമ്മൾ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് സക്സസ് സംഭവിക്കത്തുള്ളൂ. അതിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലല്ല, നമ്മുടെ ലൈഫിലെ ഏതൊരു കാര്യത്തിലും നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാം പിന്നെ ഇപ്പം പറയുന്നുള്ളതല്ലേ, പിന്നെ ആക്കി വെക്കരുത്. ഓൺ ദ സ്പോട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ഒരു ചെറിയ സാധനം വാങ്ങണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി എടുക്കണം. അല്ലെങ്കിൽ ഞാൻ നാളെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന്, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മനസ്സിൽ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളില്ലേ, അത് നമ്മളെ കൊണ്ട് എത്താൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മളത് അപ്പം തന്നെ അങ്ങ് നടത്തിയേക്കുക. പിന്നെ വെച്ചാൽ നമുക്കത് നടക്കത്തില്ല. അപ്പോൾ പക്ഷെ പൈസ വേണം. ഇപ്പോൾ ഡ്രസ്സ് എടുക്കണ പൈസ വേണമല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, മാനിഫെസ്റ്റേഷൻ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ. അത് നമ്മൾ നടക്കും എന്ന് ഉറപ്പ് വന്ന നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് നടക്കും, അത് ഉറപ്പാണ്. പൈസ വേണം നിങ്ങൾക്കെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അതായത് ചുമ്മാ നമുക്ക് ഒരിക്കലും പൈസ കിട്ടത്തില്ല. ഏത് ജോലി ചെയ്താലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. അപ്പം അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോടുള്ള ആഗ്രഹം, ഇപ്പം നമ്മളൊരു വർക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം. അതായത് നമ്മൾ നല്ല ഉയർച്ചയിലെത്തും, അല്ലെങ്കിൽ നമുക്ക് നല്ലത് എല്ലാം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട ഡ്രീം ലൈഫിലേക്ക് നമ്മൾ എത്തും എന്നൊക്കെ നമ്മൾ അതിശക്തമായിട്ട് ഡ്രീം ചെയ്താൽ അത് നടക്കും, അത് ഉറപ്പാട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, പ്രാർത്ഥന. ഞാൻ അത്യാവശ്യം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര വലുതാണ്. അപ്പം നിങ്ങളും അങ്ങനത്തെ വിശ്വാസികളാണെങ്കിൽ വിശ്വാസത്തെ എപ്പോഴും മുറുകെ പിടിക്കുക. കാരണം ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക, ബാക്കി ദൈവം നോക്കും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പം അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെന്ന് വെക്കാൻ പാടില്ല കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം ഈ 2025 ഞാൻ ഇതുപോലെ തന്നെ പിന്നെന്ന് മാറ്റി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നെന്ന് പറഞ്ഞാൽ, ഈ ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ഈ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇതിലായിരുന്നു, നമ്മളൊന്ന് ഓക്കെ ആകാനെടുത്ത ടൈമായിരുന്നു 1 ഇയർ. അത് ഞാൻ തന്നെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് മാറിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം വണ്ണമാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതായത് നമുക്കിപ്പം നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ പഠിച്ച കാര്യമാണ്. കാരണം ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്, പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് മനസ്സിൽ നമുക്ക് ഇത് വേണം, ഗോൾ വേണം, നമ്മൾ ഓക്കെ ആവണം, അല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ ആകണം എന്നൊക്കെ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ബോഡിയും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതിലായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് അത് നമ്മൾ നേരത്തെ പോലെ ആവണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണമായിരുന്നു. അപ്പം ഞാനും അത് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം കഷ്ടപ്പെടാതെ വേറെ മാർഗമില്ല, മടിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം മടിച്ചിരിക്കരുത്, മുന്നോട്ട് പോവുക. അപ്പം ഈ 2024 ഞാൻ പഠിച്ച പാഠത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് പ്ലാൻ ചെയ്യും. അതായത് പ്ലാനിങ് ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ കാര്യവും വ്യക്തമായിട്ട് പ്ലാനിങ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ജേണൽ എഴുതുകയും, ഇപ്പോൾ ജേണലും കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. എന്നുവെച്ചാൽ അത്ര വലിയ ജേണലിംഗ് ഒന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്യും.
അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളൊരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇന്നതൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ, ഞാൻ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഞാൻ ഇന്ന വർക്കൗട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഈവൻ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ വരെ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. പക്ഷെ ആ ഓർഡർ നമ്മളിത് ചെയ്യണം കേട്ടോ, അല്ലാതെ ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ പ്ലാനിങ്ങും ജേണലിങ്ങും വളരെ നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം 2026 ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ജേണലിങ് ചെയ്യാം. പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. നെഗറ്റീവ്സ് വരും, അതിപ്പം നമ്മളിപ്പോൾ എത്ര ഇത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് നമ്മുടെ മൈൻഡ് ചിലപ്പോൾ മാറും. പക്ഷെ നമ്മൾ കുറേ നെഗറ്റീവിലേക്ക് പോകുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ട് അതിന് ചിന്തിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ച് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഈ 2025 ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരാളാണ്. ചില സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഓവർ തിങ്കിങ് വരും. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ബോർ പരിപാടിയായിട്ടാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കി. കാരണം ഓവർ തിങ്ക് ചെയ്താൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും. ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കണം. നിങ്ങൾ അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തോ. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അങ്ങ് കട്ട് ചെയ്യണം. പകരം നമ്മുടെ ലൈഫിനെ പോസിറ്റീവാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകണം. പിന്നെ ഞാൻ ഈ എല്ലാ കാര്യങ്ങളിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കിയാലേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരും നമ്മളെ പുറകിൽ നിന്ന് തള്ളത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ എന്നെ സംബന്ധിച്ചുണ്ട്. 2026 അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളിപ്പം ഒരാളെ കണ്ടു പഠിക്കരുത്. ഒരാൾ ചിലപ്പം ചില ആൾക്കാർക്ക് ചില ഡ്രസ്സ് ചില സ്റ്റൈലൊക്കെ ചേരും, പക്ഷെ അത് നമുക്ക് ചേരണമെന്നില്ല. അപ്പം നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പം എനിക്കിപ്പം ഇന്ന ഡ്രസ്സ് ഇട്ടാൽ ഞാൻ നല്ലതാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അത് ബാക്കിയുള്ളവർ നമ്മളെ മോശമായിട്ട് പറയും, അയ്യേ നീ ഇതിട്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇത് നിനക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്പ് ആവരുത്. എനിക്കത് ഇഷ്ടമാണെങ്കിൽ ഞാനതിടും. അല്ലെങ്കിൽ ഇന്ന ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരത്തില്ല, നല്ലതെന്ന് അടിക്കത്തില്ല, ചേരത്തില്ലെന്നാണ് കൂടുതൽ പേര് പറയും. അപ്പം ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ സ്റ്റൈലും നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ ക്യാരക്ടർ ഇതൊന്നും ആർക്കും വേണ്ടി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റാനിരുന്നാൽ അതിന് സമയം കാണത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആണ് ഇതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ആണത്. അപ്പം നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് നമ്മളെ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് സക്സസ് ആയ ഒരാളാണ്. അതുകൊണ്ട് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. എൻ്റെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ച് അതൊരു ഡ്രീം ആയിരുന്നു ഞാൻ അച്ചീവ് ചെയ്തത്. ഏറ്റവും വലിയൊരു ഡ്രീം, ഒരു നടക്കാത്ത ഡ്രീം അച്ചീവ് ചെയ്തതായിരുന്നു. അതായത് പ്രഗ്നൻസി ത്രൂ. അപ്പം ഒരു ബേബി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് അതിന് ചെയ്തിട്ടുണ്ട്, അപ്പം കണ്ടു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയാം, മാനിഫെസ്റ്റേഷൻ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ 2026 നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന കാര്യം ഉറപ്പായിട്ടോ, ഞാൻ ഗ്യാരണ്ടി ആട്ടോ.
നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടും. ചിലപ്പം നേടാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ചൊരു അടുത്തെങ്കിലും നിങ്ങൾ എത്തും. അപ്പോഴും നിങ്ങൾ തോക്കരുത്. 2026 നിങ്ങൾക്ക് അത് ലഭിച്ചില്ല എങ്കിൽ അടുത്ത ഇയർ ഉണ്ടല്ലോ 2027. അപ്പം നിങ്ങൾ അതിൽ ബാക്കിയുള്ളത് 2027 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതായത് ഒരിക്കലും നമ്മൾ ഗിവപ്പ് ചെയ്ത് പോകരുത്. അപ്പം സക്സസ് ഉറപ്പാണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നേടിയെടുക്കാൻ കുറച്ച് വർഷങ്ങൾ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങൾക്ക്. ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ വീട് പണിയുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും കിട്ടാനായിട്ട്. അതായത് നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ വേണം, അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റ് പ്ലാൻ, അതെല്ലാം പിന്നെ ഒരു ദൈവാനുഗ്രഹം എല്ലാം വരണം. അപ്പം അതൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലതാമസം വരും. പക്ഷെ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വർഷം നമ്മൾ ഫുൾ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ ഒരു അറ്റത്തെങ്കിലും എത്തും. ബാക്കി നമ്മൾ അടുത്ത വർഷം പ്രയത്നിക്കാം. അപ്പം സക്സസ് ഉറപ്പാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ ഈ പറയുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.